കഥാപാത്രത്തെ താലി കെട്ടിച്ചിട്ട് അദ്ദേഹം തിരിഞ്ഞ് നടന്നു പോകുന്ന രംഗമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം സംവിധായകനും എഴുത്തുകാരൻ്റെയൊക്കെയുള്ള ചിന്ത ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത്രകാലം മോഹൻലാലിൻ്റെ നിരഞ്ജൻ കഥാപാത്രത്തെ സ്നേഹിച്ച് അയാളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞൊരു ആള് പെട്ടെന്നൊരു നിമിഷത്തിൽ ഇങ്ങനെ ഒരു ഒന്നിന് വഴങ്ങി കൊടുക്കുന്നു എന്നുള്ളത് എത്രമാത്രം ഡൈജസ്റ്റീവ് ആകും ഓഡിയൻസിൽ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രംഗം കഴിഞ്ഞിട്ട് അതിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു വലിയ രംഗമുണ്ട്, ഒരു 6 മിനിറ്റോളമുള്ള രംഗം. ഈ തിരിച്ചൊരു നാട്ടിലേക്ക് വരുമ്പോൾ ജയറാമിൻ്റെയും ജനാർദ്ദൻ ചേട്ടൻ്റെയും സുകുമാരി ചേച്ചിയുടെയും എല്ലാവരും കൂടെ ചേർന്നിട്ട് ആ വീട്ടിലെ മറ്റു സഹോദരികളെ കുട്ടികളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുന്ന രംഗമുണ്ട്. ഇത് നീ ചെയ്തത് ശരിയാണ് എന്നുള്ളത്. മഞ്ജു വാര്യരുടെ കഥാപാത്രത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ നിർബന്ധിച്ച് അങ്ങനെ പറഞ്ഞിട്ട് അവൾ ആ രംഗത്ത് നിന്നും പുറത്തേക്ക് ഓടിപ്പോയി ഒരു ബെഞ്ചിലിരിക്കും. പെട്ടെന്ന് തൊട്ടടുത്തേക്ക് മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു ഫാൻറ്റസിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു രണ്ടാമത് എൻട്രി ഉണ്ട്. അത് തിയേറ്ററിൽ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. മോഹൻലാൽ അതിനുള്ളിൽ മോഹൻലാലിൻ്റെ ഈ നിരഞ്ജൻ എന്ന കഥാപാത്രം തൂക്കിലേറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കഥയിൽ പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാവിൻ്റെ ഒരു സാന്നിധ്യത്തോടു കൂടി ഇവരോട് വന്നിട്ട് ഒന്നും കൂടെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നൊരു രംഗമുണ്ട്. അപ്പോൾ ഇത് മോഹൻലാൽ ഇതിനു മുമ്പത്തെ താലി ചാർത്തി നടന്നു പോകുന്ന രംഗം കഴിയുന്നതോടെ ആൾക്കാർക്ക് മനസ്സിലായി ഇനി ഈ സിനിമയിൽ മോഹൻലാൽ ഇല്ലാതെ. അതോടെ അവർക്ക് ഈ സിനിമയുടെ താല്പര്യം അവിടെ തീർന്നു. അവർക്ക് പിന്നെ മഞ്ജു വാര്യരുടെ കൺഫ്യൂഷനോ ഒന്നും അറിയേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ ഏറ്റവും വലിയ പീക്കിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. അപ്പം ഇത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരേണ്ട സിനിമ തിയേറ്ററിൽ രംഗമെന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഇവരെല്ലാവരും കൂടെ സന്തോഷിച്ച് തിരിച്ച് ട്രെയിനിൽ കയറി പോകുന്നുണ്ട്. അപ്പോൾ മഞ്ജു വാര്യർ തിരിച്ച് സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അതിന് തൊട്ട് മുമ്പത്തെ ഇതിനിടയിൽ ഈ 2 സീനുകൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുമ്പത്ത് ജയിലിൽ മഞ്ജു വാര്യർ താലി കെട്ടിക്കഴിഞ്ഞു മോഹാലേശപ്പെട്ട് പോകുന്നു. അടുത്ത രംഗത്തിൽ അവർ തിരിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നത്. ഈ ഒരു ജമ്പ് ആണ് നമ്മളെ ഉണ്ടാകുമെന്ന ഒരു ഭയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ സിയാദിൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, ആൾക്കാർക്ക് അത് കുഴപ്പമില്ല, അവർക്ക് ആ 2 രംഗങ്ങളും ഇപ്പോൾ ഉള്ള 2 രംഗങ്ങളും മാറ്റിക്കഴിഞ്ഞാൽ അവർ ഓക്കെ ആകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ തിയേറ്ററിൽ മാത്രം അതൊന്ന് എഡിറ്റ് ചെയ്യാം ഈ 2 രംഗങ്ങൾ. അയാൾ അടുത്ത ഷോ ഇവിടെ കാണാം, മാറ്റിന് കാണാൻ പറഞ്ഞു, ഷോ കാണാൻ പറഞ്ഞു. ഷോ കൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ തോന്നി കുഴപ്പമില്ല, ആൾക്കാർ ഹാപ്പിയാണ്, അവർക്ക് പ്രശ്നമില്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഓൾ കേരള ഇന്ന് രാത്രി തന്നെ കട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഓൾ കേരള ഇന്നത് സാധ്യമല്ല. ഇന്ന് നമുക്ക് യുഎഫ്ഒയുടെയും ക്യൂബിൻ്റെയും സെൻസർ ബോർഡിൻ്റെയും ഒക്കെ അനുമതി വേണം അതിൽ എന്തെങ്കിലും മാറ്റുകയോ കൂട്ടുകയോ ചെയ്യണമെങ്കിൽ. അന്ന് ഒരു ഓപ്പറേറ്ററുടെ വിരൽ തുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കത്രികയിൽ മുറിച്ച് മാറ്റി ഓൾ കേരള അങ്ങനെ ആ മാറ്റം വരുത്തി. അടുത്ത ദിവസം തൊട്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഈ 2 രംഗങ്ങളില്ലാതെയാണ് സിനിമ കണ്ടത്. ആ സിനിമ വലിയ വിജയമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ഒരു എഡിറ്റിംഗ് പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ സിനിമയുടെ ഏറ്റവും ഫൈനൽ ഒരു പ്രോസസ്സിങ് നടക്കുന്നത് തിയേറ്ററുകളിൽ കൂടിയാണ്. പ്രേക്ഷകരുടെ പ്രതികരണത്തെ കൂടെ അടിസ്ഥാനമാക്കിക്കൊണ്ട്. പക്ഷേ ഫിലിം മേക്കേഴ്സിൻ്റെ അസസ്മെൻറ്റ് പലപ്പോഴും തെറ്റിപ്പോകുന്ന സന്ദർഭങ്ങളുണ്ട്. പ്രേക്ഷകരെക്കുറിച്ച് നമുക്കുണ്ടാകുന്ന ചില മുൻധാരണകളെ ചിലപ്പോൾ അവർ തന്നെ നമ്മളെ കൊണ്ട് തിരുത്തിപ്പിച്ച് ആ സിനിമയെ ഒരു പുതിയ കലാസൃഷ്ടിയാക്കി മാറ്റിയെടുക്കുന്ന പ്രോസസ്സ് തിയേറ്ററുകളിൽ സംഭവിക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ അതിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൽ ഇടപെട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ പറയും ഇവർ ഓപ്പറേറ്റർമാരും എഡിറ്റർമാരും കൂടിയാണെന്ന്. ചില സമയത്ത് ചില സിനിമകളിലെ